ഹായ് എവരിവൺ, ഈ മാനേജ്മെൻറ്റ് ലൈബ്രറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCom BBA കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള 4th സെമസ്റ്റർ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കൺസെപ്റ്റ് ഓഫ് ഓൺടർപ്രണർ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം, ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓൺടർപ്രണർ എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക്. Entrepreneur is a person who combines capital and labor for the process of production. പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി ഏത് വ്യക്തിയാണോ അവന് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലും ലേബറും ഉപയോഗിക്കുന്നത് അദ്ദേഹത്തെയാണ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് ആ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടർ. ബിസിനസ് എന്ന് പറയുന്നത് തുടങ്ങുന്നതിന് വേണ്ടി ആരാണോ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നത് അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം? ഓൺടർപ്രണർ എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺടർപ്രണേഴ്സ്. ഓൺടർപ്രണേഴ്സ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ഓൺടർപ്രണർ ഈസ് എ ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ. ഓൺടർപ്രണർ എന്ന് പറയുന്നത് വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഹി ടേക്ക് റിസ്ക് ടു അച്ചീവ് ഗോൾസ്. ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി റിസ്കുകൾ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓൺടർപ്രണർ ഈസ് എ തിങ്കർ ആൻഡ് ഡുവർ. ഓൺടർപ്രണർ എന്ന് പറയുന്നത് ഒരു തിങ്കറുമാണ്, ഒപ്പം അത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു ഓൺടർപ്രണർ ഒരു തിങ്കർ ആണെന്ന് പറയാൻ കാരണം അദ്ദേഹം ആലോചിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവും, അത് പ്രവൃത്തിയിലാക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് തിങ്കർ ആൻഡ് ഡുവർ എന്ന് പറയുന്നത്. ഓൺടർപ്രണർ ഈസ് എ പ്ലാനർ ആൻഡ് വർക്കർ. ഒരു പ്ലാനർ കൂടിയാണ്. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ്, എങ്ങനെയാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ സ്റ്റാർട്ടിങ് തൊട്ടുള്ള പ്ലാനിങ്, ആ പ്ലാനിങ് അദ്ദേഹത്തിന് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന പ്ലാനിങ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൺടർപ്രണർ ഈസ് എ പ്ലാനർ ആൻഡ് വർക്കർ എന്ന് നമുക്ക് പറയാം. ഓൺടർപ്രണർ ബിൽഡ് എ ന്യൂ എന്റർപ്രൈസ്. ഒരു പുതിയൊരു സംരംഭത്തെ എന്ത് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നമുക്ക് ഓൺടർപ്രണർ എന്ന് പറയാം. ഓൺടർപ്രണർ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി വിത്ത് കോൺഫിഡൻസ്. എന്ത് റെസ്പോൺസിബിലിറ്റീസ് വന്നാലും അത് കോൺഫിഡൻറ്റോട് കൂടി തന്നെ, നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഓൺടർപ്രണർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം, ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്ന വ്യക്തി എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ റോളുകളാണ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ബാലൻസ്ഡ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റിന് എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം, നമ്മളുടെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. എൻകറേജ് ഡെമോക്രസി ആൻഡ് സെൽഫ് ഗവേണൻസിനെയും ഡെമോക്രസിയെയും എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഐറ്റത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ഒപ്റ്റിമൈസേഷൻ ഓഫ് ക്യാപിറ്റൽ, മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നു. മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വെച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എക്കണോമിക് ഇൻ്റഗ്രേഷൻ, ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിന് ഗ്രോത്തിന് സഹായിക്കുന്നു. ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ കൺട്രിയുടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നല്ല സംരംഭകൻ ആകണമെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് അദ്ദേഹത്തിന് വേണ്ടതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റീസ് ഓഫ് ഓൺടർപ്രണർ. പാഷൻ ഫോർ ബിസിനസ്സിൽ നല്ല പാഷനേറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നല്ലൊരു സംരംഭകനായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെയധികം ക്രിയേറ്റീവ് ആയിരിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ദെൻ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കണം. ഫോർസൈറ്റ് ഉണ്ടായിരിക്കണം. ഫോർസൈറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു കഴിവ്. എന്താണോ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും, ഫോർസൈറ്റ് ഉണ്ടായിരിക്കണം. ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓൺടർപ്രണേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് ഓൺടർപ്രണേഴ്സ്. ഫസ്റ്റ്, പ്ലാനിങ് ദി പ്രോജക്റ്റ്.
പ്രൊജക്റ്റ് എന്താണെന്ന് പ്ലാൻ ചെയ്യുക. എന്ത് പ്രൊജക്റ്റാണ് ഇവർ ചെയ്യാൻ പോകുന്നത്, ആ പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പ്ലാനിങ് ചെയ്യുക. ദെൻ ഓർഗനൈസിങ്, ആ പ്ലാൻ ചെയ്തേക്കുന്ന പ്രൊജക്റ്റിനെ അത് ഓർഗനൈസ് ചെയ്യുക. ദെൻ ഡിസിഷൻ മേക്കിംഗ്, കറക്റ്റായിട്ടുള്ള പ്ലാനുകൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഡിസിഷൻസ് നമ്മൾ എടുക്കണം, അതൊരു ഫങ്ഷനാണ്. ദെൻ ഇന്നോവേഷൻസ്, പുതിയ പുതിയ ടെക്നോളജീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ പുതിയ പുതിയ പ്രോജക്ട്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അവിടെ പുതിയ പുതിയ ഐഡിയാസ് ഇന്നോവേറ്റ് ചെയ്യുക. ദെൻ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ഇവർ കൊണ്ടുവന്നേക്കുന്ന പ്രോജക്റ്റ് കറക്റ്റായിട്ട് അതെന്ത് ചെയ്യണം, ഇംപ്ലിമെൻ്റ് ചെയ്യണം. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അതിൽ നിന്ന് ബെറ്റർ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടണിറ്റി ഓഫ് ബെയറിങ്, റിസ്ക് എടുക്കുക. ഏറ്റവും വലിയൊരു ഫങ്ഷനാണ് റിസ്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവർ എടുക്കാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു റിസ്ക് ആണല്ലേ. ആ റിസ്ക് ഏറ്റെടുത്ത് അത് മുന്നോട്ട് ചെയ്യുക എന്നതൊരു ഫങ്ഷൻ തന്നെയാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, കറക്റ്റായിട്ട് ഇവർക്ക് ഒത്തിരി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും ഫേം ബിസിനസ് നടത്തുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് ഇൻകം എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനിയിലുള്ള എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതെല്ലാം. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്, അത് ഏറ്റവും വലിയൊരു ഫങ്ഷൻ തന്നെയാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട്. എത്രത്തോളം ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്രത്തോളം ഫണ്ട് അക്യുമുലേറ്റഡ് ചെയ്ത് വരാം അല്ലേ. അപ്പോൾ ആ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഫണ്ടിനെ എല്ലാം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നത് ഒരു ഓൺടർപ്രണറിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺടർപ്രണേഴ്സ്, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ബിസിനസ് ടൈപ്പ് ആണ്. ഫസ്റ്റ് ബിസിനസ് ഓൺടർപ്രണർ, ഹീ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഡിസ്കവർ an ഐഡിയ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐഡിയ ഡിസ്കവർ ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ബിസിനസ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ദെൻ ട്രേഡിംഗ് ഓൺടർപ്രണർ, ഹീ ഈസ് ആൻ ഓൺടർപ്രണർ ഹു അണ്ടർടേക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസിന് അണ്ടർടേക്ക് ചെയ്യുന്നവരെയാണ് ട്രേഡിംഗ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഓൺടർപ്രണർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിനെ അണ്ടർടേക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓൺടർപ്രണർ എന്നും. കോർപ്പറേറ്റ് ഓൺടർപ്രണർ എന്ന് പറയുന്നത് ഹീസ് എ പേഴ്സൺ ഹു ഡെമോൺസ്ട്രേറ്റ് ഹിസ് സ്കിൽസ് ഇൻ ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് കോർപ്പറേറ്റ് അണ്ടർടേക്ക്. കോർപ്പറേറ്റ് അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്കിൽസും ലൈക്ക് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽസ് എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പേഴ്സണെയാണ് കോർപ്പറേറ്റ് ഓൺടർപ്രണർ എന്ന് നമ്മൾ പറയുന്നത്. അഗ്രികൾച്ചറൽ ഓൺടർപ്രണർ എന്ന് പറയുന്നത് ദേ ആർ ദി ഓൺടർപ്രണേഴ്സ് ഹു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓൺടർപ്രണേഴ്സിനെയാണ് അഗ്രികൾച്ചറൽ ഓൺടർപ്രണേഴ്സിനെ നമ്മൾ പറയുന്നത്. ദെൻ രണ്ടാമത്തത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് യൂസസ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയുടെ യൂസസിനെ ബേസ് ചെയ്തുകൊണ്ട്. ഒന്ന് ടെക്നിക്കൽ ഓൺടർപ്രണർ. ടെക്നിക്കൽ ഓൺടർപ്രണർ എന്ന് പറയുന്നത് ദേ ആർ എക്സ്ട്രീംലി ടാസ്ക് ഓറിയൻറ്റഡ്. ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരാണ് ടെക്നിക്കൽ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ദേ ആർ ക്രാഫ്റ്റ്മെൻ ടൈപ്പ്. ക്രാഫ്റ്റ്മെൻസ് ചെയ്യുന്ന പോലെ ടെക്നിക്കലി ദേ ആർ സ്കിൽഡ്. അങ്ങനെയുള്ള ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ദോസ് ആർ ദി ഓൺടർപ്രണേഴ്സ് ഹു ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ദ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദി പ്രോഡക്ട്സ്. ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ അല്ലാത്ത കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ അല്ലാത്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഉള്ള ആണ് എങ്കിൽ അവരാണ് നോൺ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ അല്ലാത്ത പ്രൊഡക്ഷൻസ് നടത്തുന്നവരാണ് നോൺ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്നും ടെക്നിക്കൽ പ്രൊഡക്ഷൻസ് നടത്തുന്നവരെയാണ് ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് നമുക്ക് പറയാം. ദെൻ പ്രൊഫഷണൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഹീ ഈസ് എൻ ഓൺടർപ്രണർ ഹു സ്റ്റാർട്ട് ബിസിനസ് യൂണിറ്റ് ബട്ട് നോട്ട് ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഫോർ എ ലോങ് ടൈം. പ്രൊഫഷണൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഓൺടർപ്രണേഴ്സ് ആണ് ഹു സ്റ്റാർട്ട് ബിസിനസ് യൂണിറ്റ്. ബിസിനസ് യൂണിറ്റ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുകയും ബട്ട് നോട്ട് ക്യാരിയിങ് ഓൺ, പക്ഷെ അത് ക്യാരിയിങ് ചെയ്യുന്നില്ല എപ്പോഴത്തേക്ക് ബിസിനസ് ഫോർ എ ലോങ് പീരീഡ്. ഒരു ലോങ് പീരീഡിലേക്ക് അവർ അതെന്ത് ചെയ്യുന്നില്ല, നോട്ട് ക്യാരിയിങ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രൊഫഷണൽ ഓൺടർപ്രണേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ തേർഡ് വൺ ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പിന്നെയും എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്യുവർ ഓൺടർപ്രണർ എന്ന് പറയുന്നു ഒന്ന്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓൺടർപ്രണർ ദേ ബിൽഡ് ദെയർ ഓൺ പ്രിഫറൻസ് വൈൽ അണ്ടർടേക്കിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്.
പ്യുവർ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് അവരുടെ പ്രിഫറൻസിനെ വിശ്വസിക്കുന്നു, അവരുടെ സ്കിൽസിനെയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും എല്ലാം വിശ്വസിച്ചുകൊണ്ട് അവർ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു, അണ്ടർടേക്ക് ചെയ്യുന്നു. അവരെയാണ് നമ്മൾ പ്യുവർ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇൻട്യൂഡ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഹീസ് ഇൻട്യൂഡ് ടു ടേക്ക് അപ്പ് എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി വിത്ത് ദ വ്യൂ ടു അവീൽ സം ബെനഫിറ്റ്സ് ഫ്രം ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബെനഫിറ്റ്സ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ ഇൻട്യൂസ്ഡ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. Then motivational entrepreneur or motivated entrepreneurs. Motivated entrepreneurs are motivated by the desire to make useful their technical and professional experts and skills. മോട്ടിവേഷണൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. അവരുടെ ആ കയ്യിലുള്ള അവരുടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽസുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നവരെയാണ് മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഹീ ഈസ് ഹൂ സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ബൈ മീൻസ് ഹിസ് ഓൺ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്കിൽസ്. അവൻ്റെ സ്വന്തമായിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസും സ്കിൽസും ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരെ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ദെൻ മോഡേൺ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് ഹീസ് എൻ ഓണ്ടർപ്രണർ ഹു അണ്ടർടേക്ക് those ventures which suit modern marketing needs. മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സിന് സ്യൂട്ടാകുന്ന രീതിയിലൂടെ ബിസിനസ് ആക്ടിവിറ്റീസ് കൊണ്ടുപോകുന്ന ആളെയാണ് നമ്മൾ മോഡേൺ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് ഹീ ഈസ് വൺ ഹു ഡെവലപ്പ് സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചർ. സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചർ ആയിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത് എങ്കിലും ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ്. അയാൾ സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഓണ്ടർപ്രണേഴ്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓണ്ടർപ്രണേറിയൽ ആക്ടിവിറ്റി. ഓണ്ടർപ്രണേറിയൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ നോയ്സീവ്. നോയ്സീവ് ഈസ് സംവൺ ഹു സ്റ്റാർട്ട് ഹിസ് ഓൺ ഹർ ഫസ്റ്റ് ഓണ്ടർപ്രണേറിയൽ വെഞ്ചർ. ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നോയ്സീവ് എന്ന് പറയുന്നത്. പിന്നെ സീരിയൽ ഓണ്ടർപ്രണേഴ്സ്. സീരിയൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് സീരിയൽ ഓണ്ടർപ്രണേഴ്സ് ഇസ് സംവൺ ഹു ഡെവലപ്പ് ടു വൺ വെഞ്ചർ അറ്റ് എ ടൈം ബട്ട് അൾട്ടിമേറ്റ്ലി സ്റ്റാർട്ട് മെനി. ആദ്യം ഒറ്റ വെഞ്ചർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ഓണ്ടർപ്രണേഴ്സ് സീരിയൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നവർ ആദ്യം ഒറ്റ വെഞ്ചർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. വെഞ്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് അത് എന്തായി മാറിയിട്ടുണ്ടാവും, ഒത്തിരി വെഞ്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് ആ വെഞ്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പല പുതിയ ന്യൂ കമ്പനീസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ദെൻ മൂന്നാമത്തേതാണ് പോർട്ട്ഫോളിയോ ഓണ്ടർപ്രണർ. പോർട്ട്ഫോളിയോ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഹി സ്റ്റാർട്ടഡ് ആൻഡ് റൺ എ നമ്പർ ഓഫ് ബിസിനസ് അറ്റ് എ സെയിം ടൈം. ഒരു സെയിം ടൈമിൽ തന്നെ ഒത്തിരി ബിസിനസ് റൺ ചെയ്യുന്ന ആളെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലിയറൻസ് ഓഫ് ഡെപ്ത് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ ആണ്. ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന് ബിസിനസ് റൺ ചെയ്യുന്നവരെയാണ് ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ന്യൂ ഐഡിയാസ്, അവരുടേതായിട്ടുള്ള ന്യൂ മെത്തേഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് വണ്ണാണ് അഡോപ്റ്റീവ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അഡോപ്റ്റീവ് ഓണ്ടർപ്രണേഴ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ അവരെന്തെങ്കിലും അല്ല, അവർ യൂസ് ചെയ്യുന്ന ബിസിനസ് ഐഡിയാസ് മെത്തേഡ് എല്ലാം മറ്റൊരു വ്യക്തി ചെയ്തിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അത് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അതായത് ദേ നോട്ട് ഇന്നോവേറ്റ് ന്യൂ ചേഞ്ചസ് ദംസെൽഫ്. പുതിയതായിട്ടുള്ള ചേഞ്ചസ് ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, ഇന്നോവേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, മറ്റൊരു ഓണ്ടർപ്രണറിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് എന്നും പറയുന്നുണ്ട്.
മൂന്നാമത്തേത് ഫാബിൻ ഓണ്ടർപ്രണേഴ്സ് എന്നാണ് പറയുന്നത്. ഫാബിൻ ഓണ്ടർപ്രണേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ട്രഡീഷണലി ബൗണ്ടഡ് ഓണ്ടർപ്രണേഴ്സ്. ട്രഡീഷണലി അവർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ബേസ്ഡ് ഓൺ ട്രഡീഷൻസിനെ ബേസ് ചെയ്ത് മാത്രം. അവർ പൊതുവെ കുറച്ച് ഷൈയും ലേസിയും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ആണ്. അവർ അവരുടെ പ്രോസ്പെക്റ്റസ് എന്താണോ, അവരുടെ കാഴ്ചപ്പാട് എന്താണോ അതിനെ ബേസ് ചെയ്ത് മാത്രമേ അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഹു റെഫ്യൂസ് ടു അഡോപ്റ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ. പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, അഡോപ്റ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നു. അതായത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നൊരു അവർ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ പുതിയ ഓപ്പർച്യൂണിറ്റീസോ ഒന്നും കൊണ്ടുവരാൻ നോക്കുന്നില്ല. അറ്റ് പ്രസൻറ്റ് അവർ എന്താണോ ഉപയോഗിക്കുന്നത് അതേ മെത്തേഡ് തന്നെ തുടർന്നു കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഓണ്ടർപ്രണേഴ്സിനെയാണ് നമ്മൾ ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ പ്രോഡക്റ്റ് എപ്പോഴാണോ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് അതോടുകൂടി അവരും ആ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണർ ആണ് കൊമേഴ്ഷ്യൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദോസ് ഓണ്ടർപ്രണർ ഹു സ്റ്റാർട്ട് ബിസിനസ് ഓണ്ടർപ്രണർ ഫോർ ദർ പേഴ്സണൽ ഗെയിൻ. ഇവിടെ രണ്ട് ബിസിനസ് ഉണ്ട്, ഒറ്റ ബിസിനസ് മതി കേട്ടോ. ദേ ആർ ദോസ് ഓണ്ടർപ്രണർ ഹു സ്റ്റാർട്ട് ബിസിനസ് ഫോർ ദർ പേഴ്സണൽ ഗെയിൻ. അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് കൊമേഴ്ഷ്യൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്യാം. ഈ ലൈൻ നിങ്ങൾ സ്റ്റാർട്ട് ബിസിനസ്, ഈ ലൈൻ നിങ്ങൾ വേണ്ട, ഈ ബിസിനസ് വേണ്ട, ഈ ഓണ്ടർപ്രണറും വേണ്ട. ദേ ആർ ദോസ് ഓണ്ടർപ്രണർ ഹു സ്റ്റാർട്ട് ബിസിനസ് ഫോർ ദർ പേഴ്സണൽ ഗെയിൻ എന്ന് മതി. സോഷ്യൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് സോഷ്യൽ ഓണ്ടർപ്രണേഴ്സ് ആർ ദോസ് ഹു സ്റ്റാർട്ട് ബിസിനസ് നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ബട്ട് ഫോർ പ്രൊവൈഡിങ് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല, ബട്ട് ഫോർ പ്രൊവൈഡിങ് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയറോടുകൂടി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന രീതിയിലാണ് സോഷ്യൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ ലക്ഷ്യം. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാവും, ദെൻ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, ഗവൺമെൻറ് പോളിസീസ് ഉണ്ട്, ലേബർ കണ്ടീഷൻസ് ഉണ്ട്, മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ കാസ്റ്റ് സിസ്റ്റം, പിന്നെ ഓക്യുപ്പേഷൻ, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഫാമിലി. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പേഴ്സണാലിറ്റിയും ഇൻഡിപെൻഡൻസും മാത്രം നോക്കിയാൽ മതി. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നീഡ്സ് ഫോർ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള നീഡ്സ്, ദെൻ റെക്കഗ്നൈസേഷൻ, ദെൻ നീഡ്സ് ഓഫ് അതോറിറ്റി, ദെൻ പേഴ്സണൽ മോട്ടീവ്. കൾച്ചറൽ ഫാക്ടേഴ്സിനെ ആണ് എങ്കിൽ കൾച്ചർ, നമ്മുടെ കൾച്ചർ, റിലീജിയസ് ബിലീഫ്, മൈനോറിറ്റി ഗ്രൂപ്പ്, സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓണ്ടർപ്രണറിയൽ ഗ്രോത്ത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആ പേരിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളത്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓണ്ടർപ്രണർഷിപ്പ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ബൈ ബ്രിങ്ങിങ് ടുഗെദർ യൂണിക് പാക്കേജ് ഓഫ് റിസോഴ്സ് ടു എക്സ്പ്ലോയിറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഓണ്ടർപ്രണർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബിസിനസ് പേഴ്സൺ. ഒരു ബിസിനസ് പേഴ്സൻ്റെ സഹായത്തോടു കൂടി ഒരു ബിസിനസ് റൺ ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ഒരു ഇൻപുട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. എങ്ങനെ? ബൈ ബ്രിങ്ങിങ് ടുഗെദർ, ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട്, യൂണിക് പാക്കേജസ് ഓഫ് റിസോഴ്സസ്,
യൂണിക് പാക്കേജ് വ്യത്യസ്ത തരമായിട്ടുള്ള റിസോഴ്സസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ടു എക്സ്പ്ലോയിറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, ഇപ്പം നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള റിസോഴ്സസിനെ, യൂണിക് പാക്കേജസ് ഓഫ് റിസോഴ്സസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ആണ് അവിടെ കൊണ്ടുവരുന്നത്. ആ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ആ പ്രോഡക്റ്റ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി എ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ് എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻട്രാപ്രണർ. എന്താണ് ഇത്? 3 മാർക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രാപ്രണർ എന്താണെന്ന്. ഇൻട്രാപ്രണർ, ഇറ്റ് റെഫർ to an employee of an organization who is in charge of undertaking innovation in product, service and process. ഇൻട്രാപ്രണർ എന്ന് പറയുന്നത് ഇൻട്രാ ഉള്ളിൽ എന്നാലോചിക്കുക, പ്രണർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഉള്ളിലെ പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓർഗനൈസേഷൻ്റെ ഉള്ളിലൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇറ്റ് റെഫർ ആൻ എംപ്ലോയി ഓഫ് ആൻ ഓർഗനൈസേഷൻ ആയിരിക്കും. who is in charge of undertaking innovation in products. പ്രൊഡക്ട്സിനകത്ത് ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിലും സർവീസിനകത്തും പ്രോസസ്സിലും എല്ലാ കാര്യങ്ങളിലും ഏത് വ്യക്തിയാണോ ഇൻചാർജ് ആയിരിക്കുന്നത് ആ ഒരു വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺടർപ്രണർ ആൻഡ് ഇൻട്രാപ്രണർ. ഇൻട്രാപ്രണറും ഓൺടർപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺടർപ്രണർ എന്ന് പറയുന്നത് ഹീസ് ആൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇൻട്രാപ്രണർ എന്ന് പറയുന്നത് സെമി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓൺടർപ്രണർ വർക്ക് ഫോർ പ്രോഫിറ്റ്. ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടിയായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ദേ ആർ ദി മാനേജിങ് ഡയറക്ടർ ഓഫ് ദി ഓർഗനൈസേഷൻ. പക്ഷേ ഇൻട്രാപ്രണർ എന്ന് പറയുന്നതോ അവർ വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്, ഫോർ സാലറി ഫ്രം entrepreneurs. Key. Entrepreneur is a real owner of the business. Entrepreneur എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ് ആയിരിക്കും, പക്ഷെ ഇൻട്രാപ്രണർ റിയൽ ഓണേഴ്സ് ആയിരിക്കില്ല. Then and entrepreneur operate from the outside of the organization. Entrepreneurs എപ്പോഴും ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡിൽ നിന്നായിരിക്കും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷേ ഇൻട്രാപ്രണർ എങ്ങനെയായിരിക്കും, ഓപ്പറേറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും ഇൻട്രാപ്രണേഴ്സ് ചെയ്യുക. ദെൻ ഓൺടർപ്രണേഴ്സ് റേസ് ദ റിക്വയർഡ് ക്യാപിറ്റൽ. ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ എല്ലാം റേസ് ചെയ്യുന്നത് ആരായിരിക്കും, ഓൺടർപ്രണേഴ്സ് ആയിരിക്കും. പക്ഷേ ഇൻട്രാപ്രണേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നില്ല, റേസ് ചെയ്യുന്നില്ല. പക്ഷേ ആ ക്യാപിറ്റൽ നല്ല രീതിയിൽ അത് അവരെന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺടർപ്രണേഴ്സ് ആൻഡ് മാനേജർ. മാനേജറും ഓൺടർപ്രണേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓൺടർപ്രണർ എന്ന് പറയുന്നത് നമുക്കറിയാം റിയൽ ഓണേഴ്സ് ആണ്. മാനേജേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ എംപ്ലോയി ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. ഓൺടർപ്രണേഴ്സ് പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ മാനേജേഴ്സ് സാലറിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൺടർപ്രണേഴ്സ് എന്താണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. മാനേജേഴ്സ് മോട്ടിവേറ്റഡ് ബൈ പവർ ആൻഡ് സ്കിൽസ്. അവരുടെ സ്കിൽസിൻ്റെയും അവരുടെ പവറിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക. ഓൺടർപ്രണേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഹൈ ആയിരിക്കും, പക്ഷേ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓൺടർപ്രണേഴ്സിനേലും കുറവായിരിക്കും. ഓൺടർപ്രണേഴ്സ് ആണ് പുതിയ പുതിയ ഇന്നോവേഷൻസും പുതിയ ഐഡിയാസും എല്ലാം ഓർഗനൈസേഷന് വേണ്ടി എടുക്കുന്നത്. മാനേജേഴ്സ് ഓൺടർപ്രണറിൻ്റെ പ്ലാൻസും ഐഡിയാസും എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ പവർ വരുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വുമൻ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. എ വിമൻ ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ ഒരു വുമൺ, ഒരു സ്ത്രീയോ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് വുമൻ, സ്ത്രീകളുടെ കൂട്ടമോ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരികയോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് വുമൺ ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. അപ്പോൾ വുമൺ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോഴോ വുമൻസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വുമൻസോ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ബിസിനസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവരെയാണ് വുമൺ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്.
ഓക്കെ, അവിടെ ഇന്നവേറ്റീവായ ഐഡിയാസ് ഉണ്ടാവും, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അതേവരെയാണ് നമ്മൾ വുമൺ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വുമൺ ഓൺടർപ്രണർഷിപ്പ് ചലഞ്ച് ചെയ്യുന്നത്? ഒന്ന് പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഓഫ് വുമൺ ഓൺടർപ്രണർഷിപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, ബാക്കി ടെക്സ്റ്റ് ബുക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് എഴുതാനുള്ള കണ്ടന്റ് കിട്ടും. ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഷോർട്ടേജ് ഓഫ് ഫിനാൻസിൻ്റെ ഷോർട്ടേജ്. രണ്ട്, ഡിഫിക്കൽട്ടി ടു സ്റ്റോർ റോ മെറ്റീരിയൽസ്. ദെൻ inadequate market facilities. Then keen competition, high cost of production. Then lack of education, family responsibility, lack of training, lack of information, low need of achievements. ഇതിനകത്തൊരു 8 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എസ്സേക്ക് പ്രിപ്പയർ ആവുന്ന രീതിയിൽ പ്രിപ്പയർ ആവുക. ചലഞ്ചസ് ഓഫ് വുമൺ ഓൺടർപ്രണേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഒന്ന്, ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്. കാരണം എല്ലാ വുമൻസിന് അവർക്ക് എന്താണ് ഫിനാൻസ് കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് ലോണ് കിട്ടാനും അത് വീട്ടിൽ നിന്ന് ഫിനാൻസ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ടു സ്റ്റോർ റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ഫെസിലിറ്റി, ഇനാഡിക്വേറ്റ് മാർക്കറ്റ് ഫെസിലിറ്റീസ്. ഇവർക്ക് വുമൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വുമൻസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് കിട്ടണമെന്നില്ല, അവർക്ക് കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനും ചിലപ്പോൾ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയെന്ന് വരാം. ദെൻ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ചിലപ്പോൾ ഇവർക്ക് എഡ്യൂക്കേഷൻ്റെ കുറവുണ്ടാവാം. ഒരു ഉദാഹരണം പറയുന്നത് കുടുംബശ്രീയിലൊക്കെ ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർ നോർമലി +2 ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 10th എഡ്യൂക്കേഷനൊക്കെ ഉണ്ടാവത്തുള്ളൂ. ദെൻ ലാക്ക് ഓഫ് ട്രെയിനിങ്, ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് ഒന്നും ഉണ്ടായിന്ന് വരത്തില്ല. പിന്നെ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, ഇവർക്ക് പ്രോപ്പർ ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവണമെന്നില്ല. പിന്നെ ലോ നീഡ് ഓഫ് അച്ചീവ്മെൻറ്റ്സ്, ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഇവർക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഒരു വുമൺ ഓൺടർപ്രണേഴ്സ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ റെമഡി ടു മെഷർ ടു ഓവർകം ദി പ്രോബ്ലം ഓഫ് വുമൺ ഓൺടർപ്രണേഴ്സിന് ഓരോ കാര്യങ്ങൾ, ഈ ഒരു ചലഞ്ചസ് എന്ത് ചെയ്യാനായിട്ട് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റെമഡീസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, പ്രൊമോഷണൽ ഹെൽപ്പ്, നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ട്രെയിനിങ് ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സെലക്ഷൻ ഓഫ് മെഷീനറീസ് ആൻഡ് ടെക്നോളജി, ടെക്നോളജീസിനെ പറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതിനെ പറ്റിയുള്ള ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊവൈഡിങ് സ്പെഷ്യൽ സ്കീംസ് ഓഫ് ഫിനാൻസിന് വേണ്ടിയിട്ട് പുതിയ സ്പെഷ്യൽ സ്കീംസ് ലൈക്ക് മുദ്ര പോലുള്ള പ്രൊജക്റ്റൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ദെൻ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സപ്പോർട്ടും അവർക്കുള്ള അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അസിസ്റ്റൻസ് ടു വുമൺ ഓൺടർപ്രണേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒത്തിരി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, SIDO, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. രണ്ടാമത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ, NSIC, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ദെൻ നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, IDBI. ഫോർത്ത് വൺ, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കുടുംബശ്രീ യൂണിറ്റ്സ്. ഇതെല്ലാം വുമൺ ഓൺടർപ്രണേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഓൺടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്? ഓൺടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഈസ് എ പ്രോഗ്രാം വിച്ച് ഹെൽപ്പ് ടു ഡെവലപ്പിംഗ് ഓൺടർപ്രണോറിയൽ അബിലിറ്റീസ്. ഓൺടർപ്രണോറിയൽ അബിലിറ്റീസ് എന്ത് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനുമെല്ലാം വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രോഗ്രാംസിനെയാണ് ഓൺടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് നമ്മൾ പറയാറ്. EDP, ഓൺടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഓൺടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ നീഡ്സ് എന്ന് നമുക്ക് നോക്കാം. നീഡ്സ് ഓഫ് EDP. ഒന്ന്, ഹെൽപ്പ് ദി എംപ്ലോയിഡ് പീപ്പിൾ, അൺഎംപ്ലോയിഡ് പീപ്പിൾസിനെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ടാവും. ഹെൽപ്പ്
ഫാസ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം ഫാസ്റ്റർ ആക്കാൻ സഹായിക്കുന്നു. ഹെൽപ്പ് ഇൻ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്പ് ഇൻ അച്ചീവിങ് ഹൈ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് നല്ല റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ EDP പ്രോഗ്രാംസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് അഥവാ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്ന്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് ചുറ്റുമുള്ള റിസോഴ്സസ് ഒത്തിരി ഉണ്ട് അല്ലേ, ഇതിനെല്ലാം ഒപ്റ്റിമമായിട്ട് ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആൻഡ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ. ദെൻ ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. ഓരോ വ്യക്തികളുടെ വുമൺ ആണെങ്കിലും മെൻ ആണെങ്കിലും ഈ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എൻഷ്യൂർ ഇൻഡസ്ട്രിയലൈസേഷൻ. എല്ലായിടത്തും വ്യവസായവൽക്കരണം വരുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, എൻഷ്യൂർ ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ദെൻ അലോ ഗ്ലോബൽ മാർക്കറ്റ് എൻട്രി, അതായത് ലോകം മുഴുവനും ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, എല്ലാവർക്കും ലോകത്തുള്ള സാധനങ്ങളിലെ ഇവരുടെ പ്രോഡക്റ്റ് ലോകത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളത് കൂടെ. ഇന്നൊവേഷൻ ടു ദ ഗേറ്റ് വേ, ഒരു ഇന്നൊവേഷന് വേണ്ടിയിട്ടുള്ള പുതിയ ഇന്നൊവേഷൻസിന് വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ കൂടി കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. പിന്നെ എന്തൊക്കെ പ്രോസസ്സാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫ്രേസസ് ആണ് ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനുള്ളത്. ഒന്നാമത്തെ ഫ്രേസസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് ആൻഡ് സെലക്ടിങ് ദോസ് ഹൂ കുഡ് ബി ട്രെയിൻഡ് ആസ് എ ഓണ്ടർപ്രണർ. രണ്ടാമത്തത് ഡെവലപ്പിംഗ് ദി ഓണ്ടർപ്രണറിയൽ കേപ്പബിലിറ്റീസ്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, സെലക്ട് ചെയ്യുക, ആരൊക്കെയാണ് ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് ട്രെയിൻഡ് ആവേണ്ടത് എന്നുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അതിനുശേഷം അവർക്ക് ഡെവലപ്പിംഗ് ദെയർ ഓണ്ടർപ്രണറിയൽ ക്യാപ്പബിലിറ്റീസ് ആ സെലക്ട് ചെയ്തവരെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. എൻഷുർ ദാറ്റ് ഈച്ച് പോയിന്റിൽ ഓണ്ടർപ്രണേഴ്സ് ആസ് എ വൈബിൾ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്. ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു വൈബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഇവരുടെ കയ്യിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ദെൻ equipping the entrepreneur with basic managerial understanding. ഈ ഓണ്ടർപ്രണേഴ്സിനെ ബേസിക് ആയിട്ടുള്ള മാനേജീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക, അതവരെ മനസ്സിലാക്കിച്ചെടുക്കുക. അഞ്ചാമത്തത് ഹെൽപ്പ് ദം ടു എൻഷുർ നെസസറി ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ അസിസ്റ്റൻസ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് എല്ലാം എന്ത് ചെയ്യുക, കിട്ടുന്നുണ്ടോ, അതെങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യുക, സഹായിക്കുക. ദെൻ കോഴ്സ് കണ്ടന്റ് ആൻഡ് കരിക്കുലം ഓഫ് EDP പ്രോഗ്രാം. എന്തൊക്കെയാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കോഴ്സുകൾ, അതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അതിൻ്റെ കരിക്കുലം എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്ന്, ടെക്നിക്കൽ നോളേജസ് ആൻഡ് സ്കിൽസ്. ഈ സ്റ്റുഡൻസിന്, അതായത് ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റിനകത്ത് ആ ഓണ്ടർപ്രണേഴ്സിനെ എന്ത് ചെയ്യുക, ഒരു ടെക്നിക്കൽ നോളേജസ് ആൻഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കോഴ്സാണ്, ഒരു കരിക്കുലമാണ്. ദെൻ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് മോട്ടിവേഷൻ ട്രെയിനിങ്. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് അച്ചീവ്മെൻറ്റ്സ് കൊടുക്കുക, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ദെൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്. ഒരു പ്രൊജക്റ്റ് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുക. ദെൻ മാർക്കറ്റ് സർവേ. എങ്ങനെ നമ്മൾ മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം, ഏത് രീതി കണ്ടക്ട് ചെയ്യണം, എത്തരത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള മാനേജീരിയൽ സ്കിൽസ് എന്തൊക്കെയാണോ അതെല്ലാം കൊടുക്കുക. ദെൻ പ്രോജക്റ്റ് പ്രിപ്പറേഷൻ. എങ്ങനെ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ദെൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആൻഡ് പ്ലാൻ ട്രെയിനിങ്. പിന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കൊടുക്കുക, പിന്നെ പ്ലാന്റ് ട്രെയിനിങ് എല്ലാം കൊടുക്കുക. ദെൻ ബിസിനസ് മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ്. ബിസിനസ് മാനേജ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിനുള്ള ഗൈഡ് ലൈൻസ് എല്ലാം എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പറയുന്നത്. ദെൻ ട്രെയിനിങ് ടു ഓണ്ടർപ്രണേഴ്സിന് വേണ്ട ട്രെയിനിങ്ങുകൾ. എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് ഓണ്ടർപ്രണേഴ്സിന് വേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ലെക്ചർ മെത്തേഡ്. ഒരു ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നമ്മൾ നോർമലി ക്ലാസ് എടുക്കുന്ന പോലെ ഇവർക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സുകളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക.
രണ്ടാമത്തെ കോൺഫറൻസ് മെത്തേഡ്. കോൺഫറൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഓണ്ടർപ്രണേഴ്സും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു പ്രത്യേക പ്ലേസിൽ പ്രത്യേക ടൈമിൽ അവർ ഒത്തുകൂടി അവിടെ കോൺഫറൻസ് പോലെ നടത്തി അവർ എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡ്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ വ്യക്തികൾക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഒരു ക്ലാസ് ഒരു മെത്തേഡ് അവരെ പ്രോപ്പറായിട്ട് പഠിപ്പിച്ചെടുക്കുന്നു. പിന്നെ ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഗ്രൂപ്പ് ഓണ്ടർപ്രണേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഒരു ഗ്രൂപ്പാക്കി തിരിച്ചുകൊണ്ട് അവരൊരു ടാസ്ക് കൊടുക്കുകയും അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും അതിലൂടെ അവരെന്ത് ചെയ്യുന്നു, ലേൺ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാൾ റോൾ മോഡലാക്കി നിർത്തിക്കൊണ്ട് അയാളുടെ രീതിയിലുള്ള മെത്തേഡ്സ് അവിടെ എന്ത് ചെയ്യുന്നു, ആ റോളിലേക്ക് അവരെ കൊണ്ട് ക്യാച്ചീവാക്കി ചെയ്യിപ്പിക്കുന്നു. ദെൻ മീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ്. കാരണം പല മീറ്റിംഗ്സിലൂടെയാണ് പലതും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, ലേൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുകയും അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഈ മാനേജ്മെൻറ്റ് ലൈബ്രറി ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാം പേജിൽ വഴി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇനി ഉടനെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് തന്നെ. അത് നിങ്ങൾ കാണുക, എല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ മാനേജ്മെൻറ്റ് ലൈബ്രറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.